വേണോ? വിശന്ന് പൊരിഞ്ഞ് പണ്ടാരടങ്ങി അങ്ങനെ എത്തിയത് ഹോട്ടൽ അക്ബറിലാണ്. അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങളവിടെ ഓൾമോസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന സ്പെഷ്യൽസ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കാണുന്ന പോലെ ബീഫ് ഫ്രൈ ഒന്നും പറയാനില്ല, നല്ല വരട്ടി കുറച്ച് ഡീപ്പ് ഫ്രൈഡ് ആയ ടൈപ്പായിരുന്നു. എനിക്കത് പേഴ്സണലി ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമായിരിക്കില്ല കേട്ടോ. വലുതായി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ മൂന്നാർ മടുത്തു എന്നുള്ളൊരു ഫീലായിരുന്നു. ആര് വിളിച്ചാലും ഞാൻ മൂന്നാറോ എന്ന് ചോദിക്കും. പക്ഷേ ആ ഒരു തോട്ട് ചേഞ്ച് ചെയ്തൊരു ട്രിപ്പായിരുന്നു ഇത്. കൂടെ വന്നവർക്ക് പക്ഷേ നേരെ ഓപ്പോസിറ്റ് അഭിപ്രായം കേട്ടോ. എപ്പോൾ വന്നാലും എന്തെങ്കിലും പുതിയത് കാണാനുണ്ടാവും മൂന്നാറെന്നാണ് അവർ പറയുന്നത്. അത് സത്യമാണെന്ന് ഏറെക്കുറെ എനിക്ക് ഈ ഒരു ട്രിപ്പ് കൊണ്ട് മനസ്സിലായി. ഒത്തിരി റോഡൊന്നും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പ് ഒത്തിരി സമയം ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പിറ്റ് സ്റ്റോപ്സ് ഉണ്ട്, വഴിയെ കാണാം കേട്ടോ. ഹോട്ട് എയർ ബലൂണിൽ ഫയർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ആ തീൻ്റെ ലെവൽ മാറുമ്പോഴുള്ള സൗണ്ടാട്ടോ അതിന് മുമ്പ് കേട്ടത്. അതിനനുസരിച്ചാണ് ആ ഒരു ബലൂണിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ കൺട്രോൾഡ് ആവുന്നത്. ഞാൻ പിറ്റ് സ്റ്റോപ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നമ്മൾ അതിനിടയിൽ ചായ കുടിക്കാൻ നിർത്തിയിരുന്നു. പക്ഷേ ആ സ്ഥലത്ത് ചായ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വീഡിയോസ് കണ്ട് പോയൊരു സ്പോട്ടിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. മക്കൂഫ, very well known for its hot chocolate and also the homemade chocolates എന്നൊക്കെ നമ്മൾ പറയില്ല. ഇത് ഹോം മെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ലൈഫ് മേക്കിംഗ് അവിടെ കാണാം കേട്ടോ. അവർ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഫ്രീ ടെസ്റ്റേഴ്സ് തരും. കുറേ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ളതുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അവരുടെ നോ ഷുഗർ ഡാർക്ക് ചോക്ലേറ്റിൻ്റെയാണ് കേട്ടോ. ഞാനൊരു ഡാർക്ക് ചോക്ലേറ്റ് ഫാനാണ്. ആൻഡ് ഇവർക്ക് വെറൈറ്റി ജെല്ലി അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ അവൈലബിളാണ്. അവിടെ ചെന്ന് അത് എക്സ്പീരിയൻസ് ചെയ്താലാണ് അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് അറിയുള്ളൂ. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര ചോക്ലേറ്റി സ്മെല്ലാണ്. ചോക്ലേറ്റ് ലവേഴ്സിന് പറ്റിയൊരു സ്പോട്ടാണത്. ഇതാണ് ഞാൻ പറഞ്ഞ ഡാർക്ക് ചോക്ലേറ്റ് ഹാർട്ട് ഷേപ്ഡ് അല്ലേ. എങ്ങനെയുണ്ട് ഷുഗർ ഫ്രീ കാണിച്ചേ? വായ കാണിക്കാനല്ല, മിഠായി കാണിക്കാൻ. ഇത് ഡാർക്കാണ്. എന്ത് ഫ്ലേവറാ? സ്ട്രോബെറി ആണോ അത്? ഓട്ടെ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ കുറേ വെറൈറ്റി ഓഫ് സാധനങ്ങളുണ്ടെന്ന്. അത് ടീൻ്റെ ഉണ്ട്, അതേപോലെ ഫ്രൂട്ട് ജെല്ലീസാണ് അവർക്ക് കൂടുതലുള്ളത്. ഡിഫറെൻറ്റ് ഫ്രൂട്ട് ഫ്ലേവേഴ്സിലുള്ള ജെല്ലീസ് അവൈലബിളാണ്. പിന്നെ വരുന്നത് ഹോട്ട് ചോക്ലേറ്റും അതേപോലെ തന്നെ ടീൻ്റെ കുറേ വെറൈറ്റീസും അവിടെ അവൈലബിളാണ്. നമുക്ക് അവിടെ ഡയറക്റ്റ്ലി അവിടെ വാങ്ങിക്കാം. മുകളിലോട്ട് കയറി കഴിഞ്ഞാലാണ് അവർക്ക് തന്നെ ഒരു കഫേ ഉണ്ട്. അതായത് മക്കോഫയുടെ തന്നെ ഒരു കഫേ ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് ലൈവ് ആയിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് തരും നമ്മുടെ ഓർഡേഴ്സ് അനുസരിച്ച്. നമ്മളവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ചെയ്യാനാണ് ആക്ച്വലി വന്നത്. നേരത്തെ ചായ കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിന് പകരം ഹോട്ട് ചോക്ലേറ്റ് കുടിച്ച് നോക്കാം എന്ന് വിചാരിച്ചു. ഇത് കൊക്കോൻ്റെ ഷേപ്പിൽ വെച്ചിരിക്കുന്ന കണ്ടെയ്നേഴ്സാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാം, ഇവിടെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഹോട്ട് ചോക്ലേറ്റിനൊക്കെ 300-400 റേഞ്ചിൽ വരുന്നുണ്ട്. നേരത്തെ കണ്ട ഹോട്ട് എയർ ബലൂൺ പോലത്തെ വേറെ ഒരെണ്ണവും കൂടെ കണ്ടു. നമ്മൾ നേരത്തെ കണ്ട ഒരെണ്ണം അതിനിടയിൽ പൊക്കി വന്നു, അപ്പോൾ അത് സ്പോട്ട് ചെയ്ത് നിൽക്കുമായിരുന്നു. അതിനിടയ്ക്ക് ഹോട്ട് ചോക്ലേറ്റ് വന്നു ആൻഡ് നമ്മളത് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു.
താഴത്തെ ഫ്ലോറിൽ ഇവർ നമ്മൾ ചെല്ലുമ്പോഴും ചോക്ലേറ്റ്സ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. കുറേ ആയിട്ട് ലോഡ്സിലാണ് അവിടെ ഉണ്ടാക്കി വെക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഫ്ലേവറിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ തന്നെ സ്റ്റാഫ് ഇപ്പം അതിലിപ്പം നട്ട്സ് വെക്കുന്നതാണ് കാണുന്നത്. നമ്മൾ ആദ്യം കണ്ടത് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഷെല്ലുണ്ടാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ചോക്ലേറ്റ് അതിലേക്ക് തന്നെ ഫില്ല് ചെയ്ത് വെക്കും. അങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്. കാടൊക്കെ കയറി തുടങ്ങിയോണ്ടേ നല്ല ചെറിയ തണുത്ത കാറ്റൊക്കെ വന്നു തുടങ്ങി. അപ്പം നമ്മൾ വിൻഡോ ഒക്കെ തുറന്നിട്ട് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഭയങ്കര ഫോട്ടോജനിക് ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടിട്ട് നിർത്തിയതാണ് കേട്ടോ. ആ ട്രീസിലൂടെയൊക്കെ നിറച്ച് ഇങ്ങനെ ചെടികളായിരുന്നു. എനിക്ക് അങ്ങനത്തെ കാണാൻ ഭയങ്കര ഇഷ്ടം. എന്നിട്ട് ഞാൻ പറഞ്ഞ് നിർത്തിച്ചതാണ് അത്. ഒച്ചയും ബഹളമൊന്നും ഇല്ലാണ്ട് നല്ല പീസ്ഫുൾ. മഴ തുടങ്ങിയിട്ടുണ്ട് പുറത്ത്. ഒരാളെ കാണിച്ചു തരാം കേട്ടോ. ഹലോ, ഹായ്. ഇവിടെ നോക്കിയേ, നല്ല മഴയല്ലേ. അവരവിടെ ഏതോ ബേർഡിന്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ഹായ്. വിജയ് ജയിച്ചിട്ടാര്? എന്താണ്ട് വീഡിയോ ഐഡിയ ആയിട്ട് പോണേ കേട്ടോ. ആ, കാൻഡിഡ്. ക്യാമറ വെച്ചിട്ട് വരട്ടെ. ഡയറക്ടർ മുമ്പിൽ പോകുന്നുണ്ട്. എന്താ നടക്കാൻ പോണ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. മോനെ, ഇതിന്റെ നടുക്ക് ഒരു സ്കൂളുണ്ട്. ലുക്ക് അറ്റ് ദാറ്റ് വൈബ്. ഫോട്ടോ എടുക്കൽ മഹാമഹാണ്. ആ ടാറ്റാ. നിർത്ത്. കണ്ടോ എന്റെ ഫോക്കസ് ഇവിടെ. മഴയുണ്ട്, പക്ഷെ നമ്മളൊരു ചായ കുടിക്കാൻ ഇറങ്ങി. കാണിക്കാം.
എന്തൊരു വലുതാ അത് കാണിച്ച്. സോ ബിഗ്. അയ്യോ ചെറിയൊരു കള ബാക്കിയാണ്. നമ്മളൊരു പ്രോപ്പർ ലഞ്ച് എന്നുള്ളത് സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് ഓർത്തിട്ടായിരുന്നേ. കാരണം രാവിലെ അത്യാവശ്യം ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പം ഇങ്ങനെ ചായയും കൂടിയും അങ്ങനത്തെ കാര്യങ്ങളും. പിന്നെ എങ്ങനെ ഒരു ഹിൽ സ്റ്റേഷനിൽ വന്നാലും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നൊരു സാധനമാണ് ബ്രെഡ് ഓംലെറ്റും പിന്നെ നമ്മുടെ മാഗിയും, നല്ല ചൂട് മാഗിയും. അതൊക്കെ തപ്പി ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു സ്പോട്ട് കിട്ടി, അങ്ങനെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. നമ്മുടെ സ്റ്റേക്കിന് എത്ര സമയമുണ്ട്? Just 10 minutes more. 10 minutes more. Yeah, Club Mahindra Chinnakkanal. Yeah, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അതിന് മുമ്പ് ഒരു പിറ്റ് സ്റ്റോപ്പ് ഇട്ടു. പ്രോട്ടീൻ, ഡെയിലി ഡോസ് ഓഫ് പ്രോട്ടീൻ. കഴിച്ചോ? ഓ കൈ പൊള്ളണം. എന്നാലും തിന്നണതിന് കുഴപ്പമില്ല. തിന്നണം. കണ്ടിട്ട് കൊള്ളാലോ. നെക്സ്റ്റ് കാൻഡിഡേറ്റ് മലമുകളിലെ മാഗി. എഗ് ഇട്ടതാണോ? ആവി പറക്കുന്നു. അങ്ങനെ നമ്മൾ കാഴ്ചകൾ കണ്ട് കുറച്ച് കോടയൊക്കെ കണ്ട് ഇങ്ങനെ തണുപ്പൊക്കെ പിടിച്ച് വരുമ്പോഴേക്കും നമ്മൾ ആക്ച്വലി അവിടെ എത്താറായിട്ടുണ്ടായിരുന്നു. അവിടെ ചെക്ക് ഇൻ ചെയ്യാനൊക്കെ റെഡിയായിരുന്നു. അപ്പം നമ്മൾ ചിന്നക്കനാലുള്ള, അതായത് മൂന്നാർ ചിന്നക്കനാലുള്ള ക്ലബ് മഹീന്ദ്രയിലാണ് താമസിച്ചത്. താങ്ക് യു. പുതിയ ജോലി കിട്ടിയാണ്. അവരെ നോക്കി ചിരിക്കണ. ചന്ദനം കിട്ടി. One is enough. Thank you. എന്താ അത്? അവിടെ ചുക്കലസ് വാട്ടർ മോർ. ഇവിടെയൊക്കെ ഇങ്ങനെ നിറച്ച് കോട്ടേജസാണ്. ഞാൻ ഇവിടെ ചെന്നിട്ട് കാണിക്കാം, ഇല്ലെങ്കിൽ ഞാൻ തലയിട്ട് താഴെ കിടക്കുന്നത് മൊത്തം സ്റ്റെപ്സാണ്. ഇവിടെയാണ് നമ്മൾ. നിങ്ങൾ അവിടെ കിടന്നോ?
the washroom. Hi. ഇതെന്ത് ഡോറാ? ഓ 2 ഡോർ ഉണ്ടാവും. വെയിറ്റ്, ഇതൊരു ബെഡ്റൂം, ബാൽക്കണി. And that's the view. വണ്ടികൾ പോകുന്ന സ്ഥലം. മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള വിൻഡോ വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര നല്ല കാറ്റാണ്, നല്ല തണുപ്പാണ് അവിടെ ആ ഒരു ഏരിയയിൽ. നമ്മൾ നേരത്തെ കണ്ട ബാൽക്കണിയാണത്. അത് കഴിഞ്ഞ് നമ്മൾ പയ്യെ കോഫിയും ടീയൊക്കെ ഇട്ടിട്ട് നമ്മൾ കാക്കനാട് ഡെമി ഗ്ലേസ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് അങ്ങനെ കാപ്പി കുടിക്കാനിരുന്നു. ആൻഡ് അവിടുത്തെ സ്നാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുതിയ കുറച്ച് ഐറ്റംസ് വന്നത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. റെഡ് വെൽവെറ്റ് കുക്കീസാണിത്. അതും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് മിക്സ്ചർ, അതും ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു നാടൻ ഫ്ലേവർ അതിന്. ഇത് ആയിരുന്നു ഞാൻ ട്രൈ ചെയ്യാൻ ഏറ്റവും എക്സൈറ്റഡ്. ഗാർലിക് മുറുക്ക്, വൺ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ടേസ്റ്റ്. എനിക്ക് പേഴ്സണലി ഗാർലിക്കിൻ്റെയും കടുകിൻ്റെയും ഒക്കെ ഫ്ലേവേഴ്സ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണോന്ന് അറിയില്ല, അടിപൊളിയായിരുന്നു. ഇത് മസാല തട്ട എന്നാണ് പറയുക. എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു സാധനമാണ്. പക്ഷേ ഇത് വേറൊരു ഫ്ലേവറിൻ്റെ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഒരു നാടൻ നാച്ചോസിൻ്റെ ടേസ്റ്റ്. ആ ഉണ്ട്. ദേ എന്താന്നോടെ പറഞ്ഞേ? ഗോൾഫ് കളിച്ചോണ്ട് പുട്ട് കഴിക്കാന്നോ? ഗോൾഫ് കളിച്ചോണ്ട് പുട്ട് കഴിക്കാന്ന്. പുട്ട് ഗോൾഫ് എന്തൊക്കെയാണ്. ഇവിടെ മൊത്തം പച്ചപ്പും ഹരിതാഭയാണ്. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയായിരുന്നു, ഇപ്പം നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. നടക്കാൻ ഇറങ്ങിയതാ. ഇവിടെ ഒത്തിരി ഏരിയ ഉണ്ട്. ആൻഡ് ക്ലൈമറ്റ് ഭയങ്കര അടിപൊളിയാണ്. മറ്റേ വിറയ്ക്കുന്ന ആ ഒരു തണുപ്പില്ല. രാത്രി ആകുമ്പോഴത്തേക്കും അത്യാവശ്യം തണുപ്പാവും എന്നാണ് പറഞ്ഞത്. കോട ഇറങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ആ സൈഡിൽ അവിടെയൊക്കെ നിറച്ച് കോടയാണ്. ഞാൻ വന്ന വഴിക്ക് കാണിച്ചില്ല, ഇവിടെയൊക്കെ നിറച്ച് കോട്ടേജസ് ഉണ്ട്. 2 BHK ഒക്കെ, 1 BHK ഒക്കെ ആയിട്ടും ഇങ്ങനെ വുഡൻ ഹൗസസ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം മഴയും മഴക്കാരൊന്നും അധികം ഇല്ല. വീശാനല്ല പറഞ്ഞത്, അടിച്ചു നോക്കാൻ. നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ലെന്ന് തോന്നുന്നു. വല്ല എക്സോട്ടിക് തവളയാണെന്ന് ഓർത്താണ് അവിടെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരുന്നത്. ഒന്നും കിട്ടിയില്ല. കൈ അധികം വീശാണ്ട് നടക്കുക, അപ്പോൾ നമുക്ക് അത്രയും തണുക്കൂല.
ജാതുണ്ട് ജാതു. നമ്മൾ കാറ് പാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നേരെ മേലേക്ക് നടക്കുകയാണ്. അതിൻ്റെ ദൂരെ തന്നെ അത്യാവശ്യം നല്ലോണം കോട ഇറങ്ങിയത് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ കയറ്റമാണ്. ഇവിടെ ഉച്ചയ്ക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെളിയും ഉണ്ടായിരുന്നു സൈഡിൽ. അപ്പോൾ ഞങ്ങൾ നോക്കി അട്ടേനെയൊക്കെ പേടിച്ചിട്ടാണ് നടക്കുന്നത്. നമ്മൾ നടന്ന് എത്തിയത് ക്ലബ് മഹീന്ദ്രയുടെ തന്നെ മൗണ്ട് സിറീൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് മൂന്നാറിൽ. അത് കുറച്ചുകൂടെ ഹയർ ഓൾട്ടിറ്റ്യൂഡിലാണ് നമ്മുടെ പ്രോപ്പർട്ടീനേക്കാളും. നമ്മുടെ ലേക്ക് വ്യൂ പ്രോപ്പർട്ടിയാണ്. ഇത് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മുടെ അവിടെ നിന്ന് ബാൽക്കണിയിൽ നോക്കിയാൽ ലേക്ക്, വലിയൊരു ലേക്കാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഹിൽ ടോപ്പും ആ ഒരു കനോപ്പിയൊക്കെ കാണാം. നല്ല ബ്ലൂ, റെഡ്, യെല്ലോ എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ വരും. ഒന്നൊന്നര വ്യൂ ആണ്. എൻ്റെ ഭാഗ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതല്ല, അവിടെ ഫുൾ കോടയായി കണ്ട. അവന് മൊത്തം കിളികളുടെ പേരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിസ്ലിംഗ് ത്രഷ്, വിസ്ലിംഗ് ത്രഷ്, കട കേട്ടാ. അതുപോലെ ഒരു നമ്മൾ വിസിലടിക്കുന്ന പോലത്തെ ഇങ്ങനെ പാട്ട് പാടുന്ന പോലൊരു ശബ്ദം വരും. നേരത്തെ കേട്ടായിരുന്നു, ക്യാമറ ഓൺ ചെയ്തപ്പോഴത്തേക്കും പോയി. കാടിൻ്റെ ശബ്ദം. നമ്മൾ ഡിന്നറിന് സ്റ്റോപ്പ് ചെയ്തു. അയ്യോ, അങ്കിള് പോയാ? ഫുഡ് കഴിക്കണേ മുമ്പ് ഐസ്ക്രീം കഴിക്കണം എന്ന് അങ്കിള് പറഞ്ഞു. ഇതേ ഇതൊരു 2 മണിക്കൂർ എടുക്കും. ഐസ്ക്രീം വേണ്ട? വണ്ടിയുടെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള വെളിച്ചം മാത്രം. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം ഇത്രേ ഉള്ളൂ. ബാക്കി കൂടെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം ഇത്രേ ഉള്ളൂ. ഫോഗ് ലാമ്പിന്റെ വെളിച്ചം മാത്രം. ജീവികളുടെ ശബ്ദം കാതിൽ. വേറൊരു സൂത്രം കാണിച്ചു. അതെന്താ, എന്ത് ക്രോസിംഗ് ആണ്? വണ്ടി എലിഫന്റ് ക്രോസിംഗ്. മൊത്തം ഓഫ് ചെയ്യാനല്ലേ? മനസ്സിലായി. ഓക്കെ, ലൈറ്റ് വന്നു.
നല്ല ലൈറ്റ് വന്നു, വേറെ വണ്ടി പോകാം. നമ്മളങ്ങനെ റൂമിൽ തിരിച്ചിട്ട് ഇപ്പം നല്ല കാറ്റായിരുന്നേ, ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഡ്രിസിലില്ലേ, അങ്ങനെ ചെറിയ പൊടി മഴ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുണ്ടായിരുന്നു. ചാറ്റൽ മഴ, ആ സംഭവം. ഇടിവെട്ടുണ്ടായിരുന്നു. ആൻഡ് അത്യാവശ്യം നമ്മളിന്ന് എത്തിയ ഡേ ആയതുകൊണ്ട് അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലൊന്നും പോയില്ല. എന്നാലും കുറച്ച് ഡ്രൈവൊക്കെ പോയി തിരിച്ചു വന്ന് നല്ലപോലെ ഫ്രഷൊക്കെ ആയിട്ട് അവിടെ ലൈറ്റൊക്കെ കണ്ട് റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എന്ത് ചെയ്യാ? ഇവിടെ മൊത്തം ലൈറ്റുണ്ട്. അവിടെ ഒരു വണ്ടി പോകുന്നു, മഴ പെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓർത്തു ഇന്ന് ഫുൾ ട്രാവൽ ചെയ്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് നേരത്തെ കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചു. ഇന്നത്തെ ഡേ വാസ് ആക്ച്വലി ഭയങ്കര ഫുൾഫില്ലിംഗ് ആയിരുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം അത്യാവശ്യം നല്ല ക്ഷീണിച്ച് പോയൊരു ദിവസമായിരുന്നു. സെക്കൻഡ് ഡേയിലെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ശരി, ബൈ. ബോണസ് വീഡിയോ കുറച്ചിടുന്നുണ്ട്, അത് കണ്ടിട്ട് പോണേ.